സിനിമകളെ പോലും വെല്ലുന്ന തരത്തിലാണ് ഓരോ സംഭവ വികാസങ്ങളും നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്നത്. പറഞ്ഞു വരുന്നത് കേരളത്തിലെ എവർഗ്രീൻ ഹിറ്റായ പഞ്ചവടി പാലം ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ബീഹാറിൽ തകർന്നു വീണ പാലങ്ങളെ പറ്റിയാണ്. ഒരാഴ്ചക്കിടെ 3 പാലങ്ങളാണ് തകർന്നു വീഴുന്നത്. രാജ്യത്തെ ഏത് പാലം തകർന്നാലും പഞ്ചവടി പാലവുമായി ഉപമിക്കുന്ന മലയാളിയുടെ സ്ഥിരം ആക്ഷേപഹാസ്യം തന്നെയാണ് ഇവിടെയും ചർച്ചയാക്കപ്പെടുന്നത്. വ്യാപക വിമർശനമാണ് ബീഹാറിലെ പൊതുമരാമത്തിനെതിരെ ഉയരുന്നത്. തകർന്നു വീണ പാലങ്ങളിൽ കമ്പി ഉപയോഗിക്കാതെ സിമന്റ് മാത്രം ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഉദ്ഘാടന വേളയിൽ തകർന്നു വീണ പഞ്ചവടി പാലം കേരളത്തിൽ സിനിമയാണ്. എന്നാൽ 12 കോടി രൂപ ചെലവിട്ട് പണിത പാലം ഉദ്ഘാടനത്തിന് മുൻപേ തകർന്നു വീണ റിയാലിറ്റിയാണ് ബീഹാറിന് പറയാനുള്ളത്. ബീഹാറിലെ പാലം തകരൽ പരമ്പരയുടെ തുടക്കമായിരുന്നു ഗംഗാ നദിയിലെ പാലം തകർന്നത്. 17 ദിവസത്തിനുള്ളിൽ 12 പാലങ്ങൾ തകർന്നു വീണു. 80കളിൽ പണിത പാലം മുതൽ 3-5 വർഷങ്ങൾ മാത്രം പഴക്കമുള്ള പാലങ്ങൾ വരെ. ഏറ്റവും ഒടുവിൽ സരൺ ജില്ലയിലെ ഗണ്ഡകി നദിക്ക് കുറുകെയുള്ള 15 വർഷം പഴക്കമുള്ള പാലവും തകർന്നു വീണു. സരണിൽ മാത്രം 3 പാലങ്ങൾ തകർന്നു. ഇതിൽ 2 എണ്ണം ഗണ്ഡകി നദിക്ക് കുറുകെയുള്ള 1 കിലോമീറ്റർ അകലത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന പാലങ്ങളാണ്. തകർന്നത് 2 മണിക്കൂറിന്റെ ഇടവേളയിലും. നിർമ്മാണത്തിലെ അപാകതകൾ, സാങ്കേതിക വിദ്യയുടെ പോരായ്മ, അറ്റകുറ്റപ്പണി മുടങ്ങിയത് തുടങ്ങിയവ മുതൽ മിന്നൽ പ്രളയം വരെയാണ് അധികൃതർ കാരണം നിരത്തുന്നത്. 11 എഞ്ചിനീയർമാരെ സസ്പെൻഡും ചെയ്തു. പഴയ പാലങ്ങളുടെ സർവേ നടത്താനും തീരുമാനമുണ്ട്. പണി പൂർത്തിയാകും മുൻപ് പാലം തകരുന്നതിന് കാരണം എന്താകും എന്ന ചോദ്യമാണ് നിലവിലുയരുന്നത്. പാലത്തിന്റെ അടിയിലെ താങ്ങ് പുഴവെള്ളം തള്ളിക്കൊണ്ടുപോയതാണ് കാരണമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ലവണാംശമുള്ള മണ്ണാണ്. 80കളിൽ ഡൽഹിയിൽ പണിത ഫ്ളാറ്റുകളുടെ കോൺക്രീറ്റ് ഭാഗം പൊളിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് ഇൻകൽ ചീഫ് എഞ്ചിനീയറും സ്ട്രക്ചറൽ എഞ്ചിനീയറുമായ പ്രേം പണിക്കർ പറയുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. നിർമ്മാണം കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ പൊളിഞ്ഞു പോകാറുണ്ട്. ലവണാംശമുള്ള മണ്ണാണ് അതിന്റെ പ്രധാന കാരണം. അത് തുരുമ്പിനെ സഹായിക്കും. 5 വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള പാലങ്ങളുടെ തകർച്ചയ്ക്കുള്ള ഒരു കാരണം കോൺക്രീറ്റിന്റെ ഗുണനിലവാരം മോശമായതാവാം. അത് സിമന്റിന്റെ മാത്രം കുറവ് മൂലമാണെന്ന് കണക്കാക്കരുത്. ഗുണനിലവാരമില്ലാത്ത കോൺക്രീറ്റ് ഉപയോഗിച്ചാൽ വിള്ളലുണ്ടാകും. 30 വർഷത്തിലേറെ പഴക്കമുള്ള പാലങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം കാലപ്പഴക്കമാണെന്ന് പറയാം. 100 വർഷം കാലാവധി വെച്ചാണ് പല പൊതു അടിസ്ഥാന വികസന പദ്ധതികൾക്കും രൂപം നൽകുന്നത്. പാലങ്ങളും മേൽപ്പാലങ്ങളും നിർമ്മിക്കുന്നത് 100 വർഷത്തെ കാലാവധിക്കാണ്. റോഡുകൾ ഇന്ത്യൻ മാനദണ്ഡ പ്രകാരം 15 വർഷത്തേക്കും. പക്ഷേ നിശ്ചിത കാലത്തിനിടയിൽ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിൽ മാത്രമേ അവയ്ക്ക് നിലനിൽപ്പുണ്ടാകൂ. പാലങ്ങളിൽ കാലക്രമേണ വിള്ളൽ വീഴുക സ്വാഭാവികമാണ്. അതിലൂടെ നനവ് അകത്തേക്ക് കയറി കമ്പികൾ തുരുമ്പെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് കണ്ടുപിടിച്ച് പരിഹരിക്കണം. പല പാലങ്ങളും സ്ഥിതി ചെയ്യുന്നത് മിന്നൽ വെള്ളപ്പൊക്കമുള്ള സ്ഥലത്താണ്. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലങ്ങളാണ് നിഷ്പ്രയാസം തകർന്നു വീണത്. അതിൽ ഏറ്റവും ഒടുവിലത്തേത് ബീഹാറിലെ കിഴക്കൻ ചമ്പൻ ജില്ലയിലെ മോത്തിഹാരി എന്ന സ്ഥലത്തെ RWD കനാലിന് കുറുകെ പണിത പാലമാണ്. ഏകദേശം 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലമാണ് ഇത്തരത്തിൽ തകർന്നടിഞ്ഞത്. എന്തായാലും സർക്കാരിന്റെ കെടുകാര്യസ്ഥത വിളിച്ചു പറയുന്ന ഒരു വലിയ തകർച്ചയായി ഇതിനെ കാണണം.